പ്രിയമുള്ളവരെ, നമ്മളിപ്പം ഫോറസ്റ്റ് ബസ്സിൽ ഗവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വള്ളക്കടവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ അവിടെ നിന്നാണ് നമുക്ക് ഈ ബസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരാൾക്ക് 320 രൂപയാണ്. ഞങ്ങളിതിപ്പം 5 പേരുണ്ട്. ഞാൻ, വൈഫ് മഞ്ജു ഉണ്ട്, അതുപോലെ തന്നെ മാളും ഉണ്ട്, പിന്നെ എൻ്റെ സ്നേഹിതൻ സജിത്തിൻ്റെ അനിയനുമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം വണ്ടിയിൽ ടി വി കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റിൻ്റെ വണ്ടിയാണ്, മിനി ബസ്സാണ്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കാണാം. നമ്മളിപ്പം വണ്ടിയിൽ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മിനി ബസ്സിൽ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ പല കാഴ്ചകളും കണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം കണ്ടത് ഒരു വൈൽഡ് ആനിമലിനെ കണ്ടു എന്ന് പറയാനുള്ളത് നമ്മുടെ നീലഗിരി മാർട്ടിൻ. സജിത്ത് ഇവിടെ ഇരിപ്പുണ്ട്. നീലഗിരി മാർട്ടിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മാർട്ടിൻ്റെ വീഡിയോ സജിത്ത് ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഒപ്പം വരുന്ന ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മഞ്ജു ഇവിടെ ഇരിപ്പുണ്ട്. മഞ്ജുവിനെ പറ്റിയെങ്കിൽ നമുക്ക് കാട്ടിക്കൊണ്ട് വിട്ടേച്ച് വേണം പോരാൻ. ഇവരെ ഈ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ മലപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങളാണ്. നമുക്ക് അവരോട് നമുക്ക് പേര് വയ്ക്കാം. എന്നാ ബ്രോ പേര്? എൻ്റെ പേര് ജസീമാണ്. ഒരു സെക്കൻഡ്, ആ മൈക്ക് ഒന്ന് കൊടുത്തോട്ടെ, അവിടെ എങ്കിലും കേൾക്കാൻ പറ്റുമോ? വേറെ എങ്ങനെയാണ്? എൻ്റെ പേര് ജസീം. മലപ്പുറം വണ്ടൂര്. സംഭവം ഗവി ഞങ്ങൾക്ക് മിസ്സേജ് ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയോണ്ട് നല്ലൊരു കിട്ടലായി. നീലഗിരി മാർട്ടിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. നല്ല നല്ല പല മൃഗങ്ങളെയും കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു മൂവ്മെന്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. ആകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കൂടെയുള്ള ആരൊക്കെയാണ്? ഇതെന്റെ വൈഫാണ്. ഹബീബ എന്നാ പേര്. പിന്നെ എൻ്റെ കൂടെ ജ്യേഷ്ഠൻ തന്നെയാണ്. എൻ്റെ റമീസ്. മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ്. അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. അതെ, ഇപ്പം നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതുള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ മൃഗങ്ങളെ കാണുന്നില്ല പ്രതീക്ഷയിലാണ് എൻ്റെ വൈഫ് ഹൈഫ. അപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മളിങ്ങനെ പരിചയപ്പെടുവാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സാറോട് നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. സാറേ, സാറിൻ്റെ പേരൊന്ന് പറഞ്ഞേക്കാവോ? സാറിൻ്റെ പേര് കുമാർ. വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സാറിൻ്റെ പേര് കുമാർ എന്നാണ്. സാറിൻ്റെ പേര് എങ്ങനെയാ? മുകേഷ്. നമുക്കൊപ്പം സിനിമാറിനുണ്ട്, മുകേഷ് സാറാണ്. അപ്പോൾ മുകേഷ് സാറ് നമ്മുടെ ഒപ്പം ഉണ്ട്. സാറേ, കോ ഡ്രൈവർ സീറ്റിൽ ഒരു സാറ് കൂടെ ഇരിപ്പുണ്ട്. സാറിൻ്റെ പേര് കൂടെ പറയാമോ? ആ സാറിൻ്റെ പേര് ശരത്ത് എന്നാണ്. അപ്പോൾ ഇവരെല്ലാം വളരെ കോപ്പറേറ്റീവ് ആണ് നമുക്ക് ഒപ്പം. ഒരൊറ്റ പ്രശ്നം എന്നാ ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുണ്ട്. അതിപ്പോൾ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ നീലഗിരി മാർട്ടിൻ എന്ന് പറയുന്ന വന്യജീവി. അപ്പോൾ ഇത് ഞങ്ങൾ ബസ്സിൽ പോയപ്പം വഴിയുടെ സൈഡിലുള്ള ഒരു വലിയ മരത്തിൽ ഇരിക്കുകയായിരുന്നു. അന്നേരം വണ്ടി ഓടിച്ച ഡ്രൈവർ സാറാണ് അത് കണ്ടത്. അദ്ദേഹം വണ്ടി റിവേഴ്സ് എടുത്ത് നിർത്തി നമ്മളെ ഇത് കാണാൻ സൗകര്യത്തിന് വണ്ടി നിർത്തി തരികയും ചെയ്തു. സജിത്തിൻ്റെ ക്യാമറയിൽ സൂം ചെയ്താണ് ഈ വിഷ്വൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇത് വളരെ റയർ സ്പീഷീസ് ആയിട്ടുള്ള വന്യമൃഗമാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മളങ്ങനെ വനത്തിനുള്ളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഫോറസ്റ്റിൻ്റെ ഒരു വാഹനത്തിൽ നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തുന്നത്. അത് വേറൊരു തരം എക്സ്പീരിയൻസാണ്. വേറൊരു എക്സ്പീരിയൻസാണ്. കാരണം ഇത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുപോലൊരു ഫോറസ്റ്റിൻ്റെ ഒരു വാനയിൽ ഇങ്ങനെ വനത്തിനുള്ളിൽ, ശരിക്കും വനത്തിനുള്ളിലൂടെ എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഗവി റൂട്ടാണ്. പത്തനംതിട്ടയിൽ ഗവി വഴി കുമളി പോകുന്ന വഴിയാണ്. KSRTC ഓടുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇരുവശവും ഫോറസ്റ്റ് നടുവിലൂടെയാണ് ഈ വഴി ഉള്ളത്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മളിപ്പോൾ പോകണം. ഇടയ്ക്ക് ഒന്ന് തുറച്ചതാണ് സോറി.
നമ്മളിപ്പോൾ പോകുന്ന ഈ വണ്ടിയിലെ ഫോറസ്റ്റിലെ ടീം ജീവനക്കാർ വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ്. നമ്മൾ വന്ന വഴിയിലെ ഒരു ചെറിയ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവൻ കുരങ്ങ് അതുപോലെ വളരെ റയർ ഐറ്റമായിട്ട് കാണുന്ന നീലഗിരി മാർട്ടിക്ക് പറയുന്ന ഒരു വന്യജീവി അതിനെല്ലാം അവർ മറ്റേ കണ്ടപ്പോൾ വണ്ടി നിർത്തി ഞങ്ങൾക്കത് കാണുവാനുള്ള സമയമൊക്കെ തരികയും അതിൻ്റെ വിവരങ്ങളെ പറ്റി എല്ലാം വിശദമായി പറഞ്ഞു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം അല്ലെങ്കിൽ വനപ്രദേശമില്ലാത്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ കാണുന്ന വന്യമൃഗങ്ങളുടെ പേരോ മറ്റു കാര്യങ്ങളോ ചിലപ്പോൾ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ളതുങ്ങളെ നമുക്കറിയാം. അതല്ലാതെ ഉള്ള ഒരു എല്ലാത്തിനും പേര് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞു തരിക, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു വിശദീകരണമൊക്കെ നൽകുന്നത് നമുക്കൊരു അവയർനെസ്സാണ്. അപ്പോൾ അതൊരു വലിയ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ ഇപ്പം ഈ വാഹനത്തിൽ ജീവനക്കാർ പോസ്റ്റിലെ സാർമാരൊക്കെ നമ്മളോട് വളരെ കാര്യമായി തന്നെയാണ്, വളരെ കോപ്പറേറ്റീവായി തന്നെയാണ് കാര്യങ്ങൾ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗവിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നേരത്തെ മുൻകൂട്ടി നമ്മളിപ്പോൾ അവരോട് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നുള്ള കാര്യം നമ്മളവിടെ ചോദിച്ചില്ല. രാവിലെ 10:30ക്കാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വള്ളക്കടവിൽ ഉള്ള നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ഈ ട്രിപ്പ് ആരംഭിക്കുന്നത്. മിനിമം 10 പേരുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രിപ്പ് അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നവർ 5 പേരും അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് വന്ന 4 പേരുണ്ട്. അപ്പോൾ 5 4 9 പേരും. പിന്നെ ഒരാളുടെ ടിക്കറ്റ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു, ഞങ്ങൾ അവരോട് ഷെയർ ചെയ്തു. അങ്ങനെ 10 പേരുടെ പൈസ അടച്ചതിന് ശേഷം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളവിടെ വരുമ്പോൾ 10 പേരുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചിലപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് 10 കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പോരായ്മയുടെ പൈസ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മിനിമം 10 പേരുടെ പൈസ കിട്ടിയാൽ മാത്രമേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ എന്നാണെങ്കിൽ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളിത് ആസ്വദിച്ച് യാത്രകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല മനോഹരമായ ഇതൊക്കെ ഈ പ്രകൃതി രമണീയത അതായത് ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു നല്ല കാഴ്ചയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞാൽ ചുമ്മാ കുറേ തള്ള പിടിച്ച് കിടക്കുന്ന കാട് കയറി കിടക്കുന്നു എന്ന് പറയുമെന്നല്ലാതെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാഴ്ച എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പലരും ഞങ്ങൾ പോകുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾ ഈ വനത്തിൽ കൂടെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ എന്നത് ഈ കാണാനുള്ളതെന്ന് ചോദിച്ചു. വാൽപ്പാറ ഞങ്ങൾ പോയ വീഡിയോ ഇട്ടപ്പോഴും പലരും ചോദിച്ചു അതെന്തായിരുന്നു കാണാനില്ല. പക്ഷെ അതൊക്കെ പോയി കാണുമ്പോൾ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നേരിൽ കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അപ്പോൾ അത് ഇതൊക്കെ ആസ്വദിക്കാനൊരു മനസ്സുണ്ടായിരിക്കും. ആ മനസ്സുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ കാഴ്ചകൾ ആസ്വദിക്കാൻ മനസ്സുള്ളവരെ നമ്മൾ ഈ വീഡിയോ കണ്ട് നമ്മളതിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇതിൽ നമ്മൾ പറയുന്നത്. ഇതൊക്കെ കാണണം എന്ന് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നില്ലാത്തവരെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളോട് വെറുതെ നെഗറ്റീവായി പോകും എന്ന് അതിനകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ പോകുന്ന വഴിയെല്ലാം കാണാം. ഓക്കെ, നമ്മുടെ വണ്ടിയിലുള്ളവരെല്ലാവരും നല്ല ട്രിപ്പ് ആസ്വാദന മൂഡിലാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരെല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവരാണ്. എല്ലാവരും ആസ്വദിച്ചിരിക്കുന്നു. മഞ്ഞ് വളരെ ചാരിക്കിടന്ന് ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാളും ഏറ്റവും പുറകിലുണ്ട്. സജിത്തിൻ്റെ അനിയൻ അവിടെ ഇരിപ്പുണ്ട്. സജിത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. KSRTC പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു മുമ്പ്. ഏതാണ്ട് ഇപ്പോൾ KSRTC എത്തിക്കഴിഞ്ഞു. ഇതല്ലേ കടന്നു പോകുന്നു. നമ്മുടെ KSRTC കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് KSRTC പോകുന്നത്. ഓക്കെ, ഗവി പോകുന്ന വഴിക്കുള്ള നല്ല അടിപൊളി ഒരു കാഴ്ചയാണ്. എൻ്റെ ഒരു ഊഹം ഇവിടെയാണ് നമ്മുടെ ഗവി ഓർഡിനറി സിനിമയുടെ ഒരു രംഗം ചിത്രീകരിച്ച് ഇവിടെയാണെന്ന് തോന്നുന്നു. ബാബുരാജ് ഒരു മദാമയുടെ പുറകിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്ന പോലെ കാണിച്ച് ആ സീൻ ചിത്രീകരിച്ച പ്രദേശം ഇവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ആധികാരികമായ ഉറപ്പില്ലാത്തതുകൊണ്ട് അത് ഊന്നി പറയത്തില്ല. ഞങ്ങൾ വന്ന ഫോറസ്റ്റിൻ്റെ വാഹനമാണ് കിടക്കുന്നത്. ടാറ്റയുടെ ഒരു 23 സീറ്റർ വണ്ടിയാണ്. അതുപോലെ ഞങ്ങളുടെ ഒപ്പം വന്ന മലപ്പുറംകാർ അവിടെ നിൽപ്പുണ്ട്. അല്ല, മാൾക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട്. അവിടെ മാൾക്കുട്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. സജിത്തും അനിയനും ഇതേ ഇവിടെ നിൽപ്പുണ്ട്. സജിത്ത് വലിയ ക്യാമറാമാനൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പം നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന്. നല്ലൊരു വ്യൂ. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ്
അടിപൊളി. താഴേക്ക് ഞങ്ങളുടെ മാളൂൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ കൊട്ടും കോര വനമാണ് കേട്ടോ. അതെ, ഞങ്ങളുടെ മാളൂൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൊട്ടും കോര വനമാണ് സംഭവം. ഇവിടെ അത്യാവശ്യം തീപിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഗവി ഡാം. നമ്മുടെ ഓർഡിനറി സിനിമയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഡാം. അപ്പോൾ ആ സിനിമയിൽ ഒരുപാട് രംഗങ്ങളിൽ ഈ ഡാമുണ്ട്. ഏറ്റവും അവസാന സീനിൽ ആസിഫ് അലി ചാടുന്നതൊക്കെയുള്ള ചിത്രീകരിച്ച ആ ഡാമാണിത്, ഗവി ഡാം. ആ സിനിമ വന്നതിന് ശേഷമാണ് ഇതെല്ലാം മറ്റേ കുറച്ചുകൂടി എന്നാ പറയുന്നത് പ്രശസ്തി ആർജിച്ചത്. ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ഡാമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആൾക്കാർ അറിഞ്ഞ് പിന്നെ ഒരുപാട് വിനോദസഞ്ചാരം മേഖലയ്ക്ക് വഴി തുറന്നത് ആ ഒരു സിനിമയിലൂടെയാണ്. എല്ലാവരും അറിയപ്പെട്ടത് ആ സിനിമയിലൂടെയാണ്. അപ്പോൾ ആ ഡാമാണിത്. അപ്പോൾ അവരൊക്കെ ചാടുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നിടത്ത് വെള്ളം ഇപ്പം നിലവിൽ തീർത്തും കുറവാണ്. അപ്പം അതിൻ്റെ ഒരു വെള്ളം കുറവുള്ളതിൻ്റെ ഒരു ഭംഗി കുറവും വെള്ളം കുറവുള്ളത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മറ്റേ ഡാമിൻ്റെ അടിഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ വേറൊരു മനോഹാരിതയും ഉണ്ട്. ഈ രണ്ടും അതിനകത്തുണ്ട്. മഞ്ജു കൂടെ നിൽപ്പുണ്ട്. ചാടാൻ വല്ലതും പ്ലാനും ഉണ്ടോ? ഇപ്പം ഇവളിവിടെ ചാടിക്കഴിഞ്ഞ് ഇവിളെയും ഇതിലെങ്ങനെ കയറി വരും. അപ്പോൾ അതാ അതിനകത്ത് വേറൊരു വശം, കാരണം വെള്ളമില്ലാത്തതുകൊണ്ട്. ഇവിടെ മലപ്പുറം ടീംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. മാള് കൂടെ ഉണ്ട്. മാളുവേ താഴേക്കൊന്നും ചാടിയേക്കരുത്, കയറി പോന്നേക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങടെയല്ല, അവിടുന്ന് ഇങ്ങോട്ട് കയറി വരാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ചാടിയച്ചല്ല. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അത് ഫോറസ്റ്റുകാരാണോ എന്നറിയത്തില്ല. ഒരു ചെറിയ വള്ളം, ഫൈബർ വള്ളം തുഴഞ്ഞു പോകുന്നുണ്ട്. എന്നതാണെന്നുള്ളതിനെ പറ്റി അറിയില്ല. പിന്നെ ഇത് കാഴ്ച നല്ല കുഴപ്പമൊന്നുമില്ല, മനോഹരമായ കാഴ്ച. ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഏതാണ്ട് സമയം ബാച്ചലൊന്നും നോക്കിയോട്ടെ 12:15 ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് പോലും അക്കരെ കാട്ടിൽ നിന്നും, അതായത് ഈ ഡാമിനക്കരെ കാട്ടിൽ നിന്നും ഭയങ്കര ചീവീടുകളുടെ സൗണ്ട് കേൾക്കാം. മിക്കവാറും നിങ്ങൾക്കും മൈക്കിൽ കൂടെ കേൾക്കാൻ പറ്റിയേക്കുമെന്ന് കരുതുന്നു. ഇതെല്ലാം അതെ. ഇപ്പോൾ സജിത്ത് പറഞ്ഞു അതിൻ്റെ ഈ വെള്ളം ഇപ്പം നമ്മൾ കാണുന്നതിന് നടുക്കോടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും നോക്കും കേട്ടോ. ശരിയാ, ഒരു വഴി പോലെ മറ്റേ, കാരണം അത് മണ്ണാണോ അതോ കോൺക്രീറ്റ് ചെയ്ത പോലെ തോന്നുന്നു. പക്ഷെ കോൺക്രീറ്റ് അല്ലാന്ന് തോന്നുന്നു. അതെന്തോ കെട്ടാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അതെന്തോ അത് പഴയ റോഡ്. അതാണ്ട് അതിൻ്റെ ടാറിങ് ഇവിടെ കാണാം ഇതല്ലേ. അപ്പം ഞാൻ ഈ കൈ കൊണ്ടുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് കാണാം, ഇവിടെ നിൽക്കുന്നവർക്ക് കാണാം, പക്ഷേ ക്യാമറയിൽ അത്രയും കാണാൻ പറ്റുമല്ല. അതുകൊണ്ട് നമ്മുടെ പാലായിൽ നിന്ന് വന്ന ടീംസൊക്കെ ഉണ്ട്. പൊക്കം കുറവുള്ള മഞ്ജു ഉണ്ട്. ഇവിടെ എൻ്റെ ശ്രീജിത്തുണ്ട്, സജിത്തുണ്ട്, എല്ലാവരും ഉണ്ട്. മീൻ പിടിക്കുന്നതാണോ എന്നൊക്കെയാണ് മഞ്ജു ചോദിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ. അതാണ് സംഭവം. ഡാം വെള്ളം കയറി കിടക്കുന്നത് ഇതെല്ലാം മറ്റേ വെള്ളം ഡാം നിറഞ്ഞു കിടക്കുമ്പോൾ അത് വേറൊരു ഭംഗി. വെള്ളം ഇല്ലാത്തപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ വേറൊരു രസം. ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം. ഈ വെള്ളം ഉള്ളത് മാത്രം കാണിച്ചാൽ പോരല്ലോ. വെള്ളം ഇല്ലാത്ത പ്രദേശം ഡാം കെട്ടി തടസ്സപ്പെടുത്തി ഉള്ള അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണിക്കും കേട്ടോ. ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണിച്ചെന്നേ ഉള്ളൂ. മഞ്ജു പറയുന്നത് ഇപ്പം ഈ മരത്തെ നിൽക്കുന്ന പൂവാ പറഞ്ഞിട്ട് അതൊരു വലിയ ഒരു മരം കേട്ടോ. ആ മരത്തിൽ അതെ എന്നാ മരമാണെന്നറിയത്തില്ല, പക്ഷെ അത് നിറച്ചും പൂവാ. ഇപ്പം ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് നമ്മൾ മറ്റേ വീട്ടിലൊരു ഫ്ലവർ വേഴ്സിൽ മറ്റേ പൂക്കൾ ഇങ്ങനെ നിറച്ച് വെച്ച പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണെന്നാണ് മഞ്ജു അവകാശപ്പെടുന്നത്. അവിടെ നിൽപ്പുണ്ട്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഗവി ഡാം. നമ്മുടെ ഓർഡിനറി സിനിമയിൽ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ഡാം. അപ്പോൾ ആ സിനിമയിൽ ഒരുപാട് രംഗങ്ങളിൽ ഈ ഡാമുണ്ട്. ഏറ്റവും അവസാന സീനിൽ ആസിഫ് അലി ചാടുന്നതൊക്കെയുള്ള ചിത്രീകരിച്ച ആ ഡാമാണിത്, ഗവി ഡാം.
ആ സിനിമ വന്നതിന് ശേഷമാണ് ഇതെല്ലാം മറ്റേ കുറച്ചുകൂടി എന്നാ പറയുന്നത് പ്രശസ്തി ആർജിച്ചത്. ഇതിങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ഡാമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആൾക്കാർ അറിഞ്ഞ് പിന്നെ ഒരുപാട് വിനോദ മേഖലയ്ക്ക് വഴി തുറന്നത് ആ ഒരു സിനിമയിലൂടെയാണ്. എല്ലാവരും അറിയപ്പെട്ടത് ആ സിനിമയിലൂടെയാണ്. അപ്പോൾ ആ ഡാമാണിത്. അപ്പോൾ അവരൊക്കെ ചാടുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നിടത്ത് വെള്ളം ഇപ്പം നിലവിൽ തീർത്തും കുറവാണ്. അപ്പം അതിൻ്റെ ഒരു വെള്ളം കുറവുള്ളതിൻ്റെ ഒരു ഭംഗി കുറവും വെള്ളം കുറവുള്ളത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ മറ്റേ ഡാമിൻ്റെ അടിഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ വേറൊരു മനോഹാരിതയും ഉണ്ട്. ഈ രണ്ടും അതിനകത്തുണ്ട്. മഞ്ജു കൂടെ നിൽപ്പുണ്ട്. ചാടാൻ വല്ലതും പ്ലാനും ഉണ്ടോ? ഇപ്പം ഇവളിവിടെ ചാടിക്കഴിഞ്ഞാൽ ഇവിളെയും ഇതിലെങ്ങനെ കയറി വരും. അപ്പോൾ അതാ അതിനകത്ത് വേറൊരു വശം, കാരണം വെള്ളമില്ലാത്തതുകൊണ്ട്. ഇവിടെ മലപ്പുറം ടീംസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. മാള് കൂടെ ഉണ്ട്. മാളുവേ താഴേക്കൊന്നും ചാടിയേക്കരുത്, കയറി പോന്നേക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങടെയല്ല, അവിടുന്ന് ഇങ്ങോട്ട് കയറി വരാനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ചാടിയത്തല്ല. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അതോ ഫോറസ്റ്റുകാരാണോ എന്നറിയത്തില്ല. ഒരു ചെറിയ വള്ളം, ഫൈബർ വള്ളം തുഴഞ്ഞു പോകുന്നുണ്ട്. എന്നതാണെന്നുള്ളതിനെ പറ്റി അറിയില്ല. പിന്നെ ഇത് കാഴ്ച നല്ല കുഴപ്പമൊന്നുമില്ല, മനോഹരമായ കാഴ്ച. ഞങ്ങൾ ഈ ഉച്ച സമയത്ത് ഏതാണ്ട് സമയം വാച്ചലും നോക്കിയോട്ടെ 12:15 ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് പോലും അക്കരെ കാട്ടിൽ നിന്നും, അതായത് ഈ ഡാമിനക്കരെ കാട്ടിൽ നിന്നും ഭയങ്കര ചീവീടുകളുടെ സൗണ്ട് കേൾക്കാം. മിക്കവാറും നിങ്ങൾക്കും മൈക്കിൽ കൂടെ കേൾക്കാൻ പറ്റിയേക്കുമെന്ന് കരുതുന്നു. ഇതെല്ലാം അതെ. ഇപ്പോൾ സജിത്ത് പറഞ്ഞു അതിൻ്റെ ഈ വെള്ളം ഇപ്പം നമ്മൾ കാണുന്നതിന് നടുക്കോടെ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനും നോക്കുക കേട്ടോ. ശരിയാ, ഒരു വഴി പോലെ മറ്റേ കാരണം അത് മണ്ണാണോ അതോ കോൺക്രീറ്റ് ചെയ്ത പോലെ തോന്നുന്നു. പക്ഷെ കോൺക്രീറ്റ് അല്ലാന്ന് തോന്നുന്നു. അതെന്തോ കെട്ടാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അതെന്തോ അത് പഴയ റോഡ്. അതാണ്ട് അതിൻ്റെ ടാറിങ് ഇവിടെ കാണാം ഇതല്ലേ. ഇപ്പം ഞാൻ ഈ കൈ കൊണ്ടുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് കാണാം, ഇവിടെ നിൽക്കുന്നവർക്ക് കാണാം, പക്ഷേ ക്യാമറയിൽ അത്രയും കാണാൻ പറ്റുമല്ല. അതുകൊണ്ട് നമ്മുടെ പാലായിൽ നിന്ന് വന്ന ടീംസൊക്കെ ഉണ്ട്. പൊക്കം കുറവുള്ള മഞ്ജു ഉണ്ട്. ഇവിടെ എൻ്റെ ശ്രീജിത്തുണ്ട്, സജിത്തുണ്ട്, എല്ലാവരും ഉണ്ട്. മീൻ പിടിക്കുന്നതാണോ എന്നൊക്കെയാണ് മഞ്ജു ചോദിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ. ആണ് സംഭവം. ഡാം വെള്ളം കയറി കിടക്കുന്നത് ഇതെല്ലാം മറ്റേ വെള്ളം ഡാം നിറഞ്ഞു കിടക്കുമ്പോൾ അത് വേറൊരു ഭംഗി. വെള്ളം ഇല്ലാത്തപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ അടിത്തട്ടൊക്കെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ വേറൊരു രസം. ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയാം. ഈ വെള്ളം ഉള്ളത് മാത്രം കാണിച്ചാൽ പോരല്ലോ. വെള്ളം ഇല്ലാത്ത പ്രദേശം ഡാം കെട്ടി തടസ്സപ്പെടുത്തി ഉള്ള അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണിക്കും കേട്ടോ. ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണിച്ചെന്നേ ഉള്ളൂ. മഞ്ജു പറയാൻ ഇപ്പം ഈ മരത്തെ നിൽക്കുന്ന പൂവാ പറഞ്ഞിട്ട് അതൊരു ഒരു മരം കേട്ടോ. ആ മരത്തിൽ അതെ എന്നാ മരമാണെന്നറിയത്തില്ല, പക്ഷെ അത് നിറച്ചും പൂവാ. ഇപ്പം ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് നമ്മൾ മറ്റേ വീട്ടിലൊരു ഫ്ലവർ വേഴ്സിൽ മറ്റേ പൂക്കൾ ഇങ്ങനെ നിറച്ച് വെച്ച പോലെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണെന്നാണ് മഞ്ജു അവകാശപ്പെടുന്നത്. അവിടെ നിൽപ്പുണ്ട്. എന്നാ പറഞ്ഞേ, ഒരു പൂച്ചണ്ട് കൊട്ട വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അത്രയും ഭംഗിയാ. നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല അതുപോലെ. ആദ്യം എന്നെ കാണിച്ചത് മാളു കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഇലയും അതിൻ്റെ ഇലകളും ആ പൂവും ഒക്കെ നിൽക്കുന്നത് ഒരു പിങ്ക് കളറിൽ. ഭയങ്കര രസമാണ് അത് കാണാൻ. ഇതാദ്യം ഞാനിങ്ങനെ എടുത്തു നോക്കട്ടെ.